എന്താ? ഒരു നല്ല പാട്ട് കേട്ടു. പാട്ടുകാരി ആരാന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്തിന്? കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ. എന്നാ ആ പാട്ടുകാരിക്ക് തന്നെ നേരിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാ ഞാൻ ചെല്ലട്ടെ, വീട് ക്ലീൻ ചെയ്യാനുണ്ട്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ടോക്കൺ നമ്പർ 5. 5. ഒന്ന് നിർത്തോ. ഹലോ. നീ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിരുന്നു? മാനേജർ എന്നെ വിളിച്ചിരുന്നു. നിനക്കെന്തിനാ ഇത്രയും വലിയ എമൗണ്ട്? അത് രഘു വിളിച്ചിരുന്നു. അയാൾ നാട് വിട്ടു പോവാത്രേ. കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. അവനെന്തെങ്കിലും ഉണ്ടെ എന്നെ വിളിച്ചാ പോരെ, നിന്നെന്തിനാ ശല്യപ്പെടുത്തുന്നു? അത് പിന്നെ നിങ്ങളടുത്ത് ചോദിച്ചാ ആ കാര്യം നടക്കില്ലെന്നറിയാം. ഇതിപ്പം കുറേയായി. എന്താ അവന്റെ ഉദ്ദേശം? അതോർത്ത് നിങ്ങൾ പ്രഷർ കൂട്ടണ്ട. അവന് തലയ്ക്ക് സ്ഥിരതയുള്ളതല്ലാന്നറിയാലോ. കൊടുത്ത് ഒഴിവാക്കുന്നതാ നല്ലത്. പിന്നൊരു കണക്കിന് നോക്കിയാ അഹല്യയ്ക്കും കൂടി വേണ്ടി തന്നെയല്ലേ. ഭർത്താവിന്റെ സ്നേഹം കാണിക്കാൻ കിട്ടിയ അവസരമാണെന്ന് കരുതിയാ മതി. മതി, നിർത്തിക്കോ. ഇതോടെ അവനോട് ആശ്രമം വീട്ടിലേക്കുള്ള വഴി മറന്നേക്കാൻ പറഞ്ഞേ. ചേട്ടാ പോവാ. ഗൗതമൻ സാറ് വിളിച്ചിട്ട് എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തെ? എനിക്ക് അയാളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. സാറിന്റെ വീട്ടിൽ നിന്ന് പോന്നേ പിന്നെയാ നിനക്ക് ഈ കഞ്ചാവടിയും പ്രാന്തും ഒക്കെ. അതുകൊണ്ട് ചോദിച്ചാ. നീ എനിക്ക് ഭ്രാന്താണെന്ന് ഉറപ്പിച്ചോ? അങ്ങനല്ല അണ്ണാ, നാട്ടുകാർ പലതും പറയുന്നുണ്ട്. അറിയാടാ സുമേഷേ, ഞാൻ ഈ നാട് വിട്ടു പോവുക. ഞാനും ഈ നാട് മടുത്തു. നിങ്ങളോടി പോയാ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവും. ആരുമില്ലാത്ത എനിക്ക് നിങ്ങളൊരു ധൈര്യമായിരുന്നു. ഈ ഭ്രാന്തെന്ന് വിളിയും കിട്ടി എത്ര നാളെന്ന് വെച്ചാ. എവിടെ പോയാലും നീ ഇവള് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. എനിക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ കയറി വരാമല്ലോ. ഇത് എന്നെ കൊണ്ട് വീടല്ലേടാ. അണ്ണം വരണം. എൻ്റെ കുഞ്ഞിന് അണ്ണം വേണം, പേരിടാനും മൂലിടാനും. അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരൂടാ, എൻ്റെ കുഞ്ഞിന് പൊന്നരിഞ്ഞാണായിട്ട്. എന്നിട്ട് വലുതാകുമ്പോൾ നീ പറയണം, ആദ്യം പേര് ചൊല്ലി വിളിച്ചത് ഈ ഭ്രാന്തം വല്യച്ഛനാണെന്ന്. ഇതൊടിച്ച 3 ഗുണം കാണും. എന്താ ചുമ്മാ സാമ്രാ കൂത്തച്ചാറും എന്തെങ്കിലും ആവട്ടെ. വണ്ടിരുന്ന് മോള് പോലെ മോളാ ഒഴിയടാ. എത്രയുണ്ടോ മാരാ? 2 പേർക്കുള്ളതും കിട്ടിയിട്ടുണ്ടേ. ഇതുണ്ടായിട്ടാണ് എന്നെ ഈ രാത്രി തെങ്ങേ കയറ്റിയത്. എന്റെ കുമാരേട്ടാ, ഇനി സ്കോച്ച് അടിച്ചാൽ ശരി, കുമാരേട്ടന് 2 കുപ്പി കള്ളില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ആഘോഷം. നിന്റെ സമയം നല്ലതാടാ. ഇന്ന് ആരെ പറ്റിച്ച്? എല്ലാ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോഴായിരിക്കും ഇന്ന് ആരും പറ്റിക്കരുത്. പക്ഷെ ദിവസം ഒരുത്തനേലും പറ്റിച്ചില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര കുറ്റബോധം. അത് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പം. എനിക്കാണെങ്കിൽ ചങ്ക് പൊട്ടുന്ന വേദനയാണ്. ആ വേദന ഉണ്ടാവും. ഇവിടെ ചിട്ടി നടത്തി നാട്ടുകാരെ പറ്റിച്ച് നാരായണന്റെ മോനല്ലേ നിന്റെ അച്ഛൻ. നിന്റെ അച്ഛനെ പറഞ്ഞു കേട്ടില്ലേടാ, പ്രതികരിക്കടാ. അങ്ങനെ പ്രതികരിക്കണെങ്കിലേ ഞാൻ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ അടുത്ത് നിന്ന് പ്രതികരിക്കേണ്ടി വരും. അതെ, 2 പേരും കൂടി കുടിക്കുന്ന കള്ളിന്റെ പറ്റു കുറയായി. എന്റെ കാശ് മര്യാദക്ക് തന്നില്ലെങ്കിലേ ദേ ഈ കത്തിയെടുത്ത് ഞാൻ മാങ്ങാ പൂണ പോലെ പോളും. എന്റെ സ്വഭാവം അറിയാലോ. പിന്നെ പൂളും പൂളും. ഇന്നലെ ആ ദിനേശൻ നിന്നെ കവലിട്ട് പട്ടി എടുക്കും പോലെ അടിച്ചിട്ട് നീ എന്താ ചോദിക്കാത്ത? ചോദിക്കും. 4 ആള് കൂടുന്നിടത്തെ എനിക്ക് അവനൊന്ന് കിട്ടട്ടെ. പിന്നെ കിട്ടിയ അയാളം കൊല്ലത്ത് നീ എന്താ കളിയാക്കണ? ആ ദിനേശൻ അങ്ങനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ. എന്താ കുമാരേട്ടാ? അയ്യോ കുപ്പി. കുഴപ്പമില്ല, 1 കുപ്പി കള്ളല്ലേ പൊട്ടിയുള്ളൂ. 9 കുപ്പി ഇന്ന് രാത്രി തന്നെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നരാം. അതെവിടുന്ന്? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മിണിയുടെ വീട്ടിലാ തെങ്ങേ കയറാൻ പോവാ ഞാൻ. ഈ കുമാരേട്ടൻ അമ്മിണിയുടെ തെങ്ങിലല്ലേ ഇറങ്ങണം, അല്ല വീട്ടിലല്ലേ? നിന്റെ വീട്ടിൽ കയറാനൊന്നും വന്നില്ലല്ലോ. മിണ്ടായിരുന്നു കഴിക്കടാ.
ഏട്ടനായിരുന്നു. ഞാൻ വല്ല കള്ളന്മാരാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. ഇതെന്താ ഈ സമയത്ത് ഇവിടെ? അറിയണോ നിർബന്ധമാണോ? അല്ല, നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ മുമ്പ് പണിക്കുന്നിരുന്നത് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പോവല്ലേ, എല്ലാ കണക്കും തീർത്തിട്ട് പോകാൻ വിചാരിച്ചു. രാത്രി ആയതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ല. പിന്നെ വീടിന്റെ പുറയിലേക്ക് പോകുന്ന കണ്ടപ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. നാട്ടില് മൊത്തം മോഷണല്ലേ ചേട്ടാ? രാത്രി ഇറങ്ങുന്ന കള്ളന്മാരെക്കാൾ പകലിറങ്ങുന്ന മാന്യന്മാരെയാ സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതാണ് എൻ്റെ സ്ഥിരം വഴി. ഇതാ പുറത്തെ ഗേറ്റ് കിടന്ന എൻ്റെ വീടായി. ഇയാളെന്താ ഇവിടെ? ഞാൻ രഘുവേട്ടനെ കണ്ടപ്പോ വന്നതാ. പുള്ളിയെ രാവിലെ എന്നെ ഇവിടെ കൊണ്ടാക്കിയേ. അധികം ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കണ്ട, നല്ല പാമ്പുള്ളതാ. പാമ്പോ? ഉം. ഏയ് ചുമ്മാ പറഞ്ഞു.